ടീച്ചർ, ഈ സുന്നിയുടെ സമസ്തയുടെ അധ്യക്ഷനൊക്കെ ഈ വിളിച്ചു പറയുന്നത് സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ആൾ മതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈക്കമാൻഡിന് മുന്നിൽ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വലിയ സമ്മർദ്ദം മുസ്ലിം ഗ്രൂപ്പുകൾ നടത്തി എന്നത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ റിസൾട്ട് നമ്മൾ ഇന്നലെ കണ്ടതാണ്. വി ഡി സതീശനെ പോലെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. ഇപ്പോഴതിൻ്റെ വീഡിയോയും ഓഡിയോയും ഉൾപ്പെടെയുള്ള ക്ലിപ്പുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരികയാണ് ടീച്ചർ. തീർച്ചയായും. കാരണം ഇത് നമ്മള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ അപകടം എല്ലാവരും ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയ രംഗത്ത് വളരെ താല്പര്യത്തോടെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന എല്ലാവർക്കും ഈ അപകടം മനസ്സിലായിട്ടുണ്ട്. കാരണം കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഇവിടുത്തെ ഇസ്ലാമിക ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. വന്നത് കാണാം എന്ന നിലയിലല്ല, കൃത്യമായ അജണ്ടയുണ്ട്. അപ്പൊ അവര് വർഷം പോലും പ്രഖ്യാപിച്ചിട്ടില്ല 2035 കേരളം അല്ലെങ്കിൽ 47 ഇന്ത്യ. അപ്പൊ അതിനവർ ഇപ്പോ ആഗ്രഹിക്കുന്ന അവരുടെ ആ തക്കിയനുസരിച്ച് ഒരു മുസ്ലിം ഭരണം സ്ഥാപിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവര് പറയുന്നതിനനുസരിച്ച് ചാടി കളിക്കുന്ന, തുള്ളി കളിക്കുന്ന ഒരു പാവം, അത് മുസ്ലിം ആയാൽ അവർക്ക് നയിക്കുന്നത് അവരാണ് എന്നുള്ള അത്തരമൊരു ചർച്ച പോകില്ല. മറിച്ച് കോൺഗ്രസിന്റെ ആളുകളെ കൊണ്ട് അവരുടെ എല്ലാ താല്പര്യങ്ങളും നടത്തിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, കോൺഗ്രസിന് പുറത്തുനിന്ന് പോലും അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് വല്ലാത്തൊരു തക്കിയെടുപ്പ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിപ്പെടുന്ന പലരെയും നമ്മൾ നോക്കുക, മുസ്ലിം ലീഗ് എന്താണ് എന്നറിയാത്തവരൊന്നുമല്ല. അപ്പൊ അങ്ങനെ കൃത്യമായ പലരെയും വിലക്കെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ അജണ്ടകളൊക്കെ കൃത്യമായി തുറന്നു പറഞ്ഞിരുന്ന പലരും അവരുടെ കയ്യിലെ പാവ മാത്രമായിട്ട്, അവർ ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലെ പാവ മാത്രമായിട്ട് അതിശക്തമായിട്ട് ഇസ്ലാമിക മുന്നേറ്റത്തെയും അതിന്റെ ചതികളെയും പറ്റി കൃത്യമായി അറിഞ്ഞിരുന്നവര്, അത് സമൂഹത്തിന് അത് വളരെ തീക്ഷ്ണമായ ഭാഷയിൽ സമാജത്തെ അറിയിച്ചിരുന്നവര്, ഇന്ന് അവരുടെ പാല് തൂങ്ങിക്കിടക്കുന്ന പാവകൾ മാത്രമാണ് ഒരു പക്ഷേ മയക്കുമരുന്ന് കൊടുത്ത് കൂടെ ഇട്ട പോലെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് കുറച്ചുപേരെ കൂടി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണം ആ രൂപത്തിൽ കൊണ്ടുപോവുക, എന്നിട്ട് തനിക്ക് ഭൂരിപക്ഷം കിട്ടാറാകുമ്പോൾ സ്വന്തം ദർശനങ്ങളും അല്ലെങ്കിൽ നഖങ്ങളും പുറത്തു കാണിക്കുക, അതുവരെ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ആട്ടിൻതോലിട്ട ചെന്നായെ പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോ അവരുടെ ഒരു അജണ്ട എന്ന് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് അത്യന്തം അപകടകരമാണ്. അവർ നേരിട്ട് വരികയാണ്. നമുക്ക് നേരിട്ട് വരുന്ന ശത്രുവിനെ എതിരിടാൻ എളുപ്പമാണ്. പക്ഷെ ഈ തരത്തിൽ ഒരു മുഖംമൂടി അണിഞ്ഞു വരുന്ന ശത്രുവിനോട് അത് വളരെ ശരിക്കും പറഞ്ഞാൽ അത് ചതിയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ചതിയാണ് ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ കാട്ടുന്നത്. ആ ചതിയുടെ മുഖമാണ് മുസ്ലിം ലീഗ്. അപ്പൊ നമ്മളൊക്കെ ഒരു ഭാഗത്ത് പോപ്പുലർ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു കാലത്തുണ്ടായിരുന്ന NDF-നെയോ ISS-നെയോ PDP-യെയോ നമ്മൾ അവരെ എതിർക്കുമ്പോൾ, ആ എതിർപ്പ് അവരിലേക്ക് കൊണ്ടുപോകാൻ നീളുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ അജണ്ട എന്താണോ അത് തിരിച്ചുകൊണ്ട് നടപ്പാക്കിയത് ഇവിടെ മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട്. രണ്ട് ഭാഗത്ത്. അപ്പൊ എന്താ വെച്ചാൽ മിതവാദികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മതേതരവാദികൾ, അവരുടെ മുന്നിൽ മുസ്ലിം ലീഗ് ഇതുപോലെ മതേതരത്വത്തിന്റെ മഹനീയമായ മാതൃകയായി നിൽക്കുകയാണ്. മറുഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നവരുടെ മുഴുവൻ സ്വരങ്ങളും ഏറ്റുവാങ്ങാനുള്ള ഒരു അവർക്ക് മുന്നിലുള്ള ഒരു മതില് പോലെ, ഒരു തടസ്സം പോലെ അവിടെ PDP ഉണ്ട്, ISS ഉണ്ട്, അല്ലെങ്കിൽ മറ്റതുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു കളി അവർ മുൻപേ തുടങ്ങി. ഇപ്പോ ആ കളി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഇതുവരെ ഈ രണ്ട് തരത്തിലുള്ള രണ്ട് ഭാഗമായി നിന്നുകൊണ്ടുള്ള ATM-ഉം BTM-ഉമായി നിന്നുകൊണ്ടുള്ള കളിയായിരുന്നു. ഇപ്പൊ ആ കളി മറ്റൊരു രൂപത്തിൽ ഇപ്പൊ എല്ലാവരും ഒരേ കളത്തിലെത്തി. അത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDPI ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവരൊക്കെ ഏറെക്കുറെ ഒരേ കളത്തിലെത്തി എന്നുള്ളതാണ് സത്യം. അവര് തന്ത്രപൂർവ്വം വോട്ട് ആര് ജയിക്കണം, ആര് തോൽപ്പിക്കണം എന്നൊക്കെ തന്ത്രപൂർവ്വം വോട്ടിങ്ങും, അതുപോലെ തന്നെ ഒരു ഭരണകൂടത്തെ എങ്ങനെ ഏറാമൂളികളാക്കാം, എങ്ങനെ തങ്ങൾക്ക് മുന്നിൽ ഏത്തമിരിക്കാം, ഇപ്പൊ അവരതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ പിന്നിൽ എല്ലാ തരത്തിലും എല്ലാ ഇസ്ലാമിക സംഘടനകളും ഒന്നിച്ചാണ് എന്ന് തന്നെ പറയും. നമുക്കിവിടെ മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ മുഖം നമുക്ക് അത് രൂപം കൊണ്ട കാലം മുതൽക്ക് ഭാരതീയർക്ക് ആ യഥാർത്ഥ മുഖം അറിയാം. പക്ഷെ അത് മലയാളിക്ക് മുന്നിൽ കാണിച്ചിരുന്ന തക്കിയ അത് അവസാനിച്ചുകൊണ്ട് അവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് മലയാളി തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇപ്പോ എന്ന് പറയാതെ വയ്യ. ഇതിനെതിരെ ശരിക്കും കേരളത്തിന്റെ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് എതിർക്കണം. കാരണം കോൺഗ്രസിൽ നിന്ന് തന്നെ അതിനുള്ള സ്വരങ്ങൾ വരണം, തിരുത്തൽ ശക്തികൾ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ പറയുന്ന പാരമ്പര്യമൊക്കെ വാസ്തവമാണെങ്കിൽ, അവർ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന്റെ തഴമ്പ് തട്ടിയിട്ട് ഇരിക്കാൻ വയ്യാന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ അതൊക്കെ വാസ്തവമാണെങ്കിൽ, അവർ പറയുന്ന പ്രമുഖരുടെയൊക്കെ പാരമ്പര്യം അവർക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ, അവരിൽ നിന്ന് തന്നെ ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകളുടെ, തീവ്രവാദ സംഘടനകളുടെ കളിപ്പാവയായി മാറുന്ന കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനുള്ള തിരുത്തൽ ശക്തികൾ അവർക്കിടയിൽ നിന്ന് തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. ഓക്കെ ടീച്ചർ, നിലപാട് വ്യക്തമാണ്. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറാണ് ഈ വളരെ നിർണായകമായ വിഷയത്തിൽ ജനം TV യോട് പ്രതികരിച്ചത്.